യാതൊരു കാരണവുമില്ലാതെ ഒരു പ്രത്യേക വിഭാഗത്തോട് എന്തോ ഒരു കാരണം കൊണ്ട് വല്ലാത്ത ചൊറിച്ചിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വയർലെസ് ചോർത്തിയതുപോലെ തന്നെ അവരുടെ സ്വകാര്യതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ സമൂഹത്തിനിടയിൽ കുറച്ച് വിലയും നിലയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഈ സംഘികളെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി അവരുടെ സ്വകാര്യതയിലേക്ക് കണ്ണും നട്ടിരിക്കും. അതായത് ഇപ്പൊ യൂസുഫ് അലിക്കെതിരെയൊക്കെ വ്യാജ വാർത്ത ചെയ്ത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നതുപോലെ തന്നെ ഈ നാട്ടിലെ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം മത വിഭാഗത്തിലുള്ളവരെ ഇങ്ങനെ കണ്ണും നട്ട് നോക്കിയിരുന്ന് അവർക്കെതിരെ വ്യാജ പ്രചരണം കണ്ടില്ലേ? എറണാകുളത്ത് ഏറ്റവും ഒടുവിൽ യഹോവായ സാക്ഷിയുടെ പ്രാർത്ഥനാ ഹാളിലുണ്ടായ ഒരു സ്ഫോടനം, അതുമായി ബന്ധപ്പെട്ട് ഉടനടി ഇവിടെ പലസ്തീൻ തീവ്രവാദികളാണ്, അവരെ പ്രോത്സാഹിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയന് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് മറ്റൊരു നോൺ ബെയിലബിൾ കേസും കൂടി ഇദ്ദേഹത്തിന്റെ തലയിലുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു 300ാമത്തെ കേസും കണ്ടാണ്. അതിലൊക്കെ ഇനി അറസ്റ്റ് വരാനിരിക്കുന്നേ ഉള്ളൂ, പെൻഡിങ് ആണ്. ഓരോന്ന് വിധം ഓരോ ദിവസം ഓരോ സ്റ്റേഷനിൽ പോയൊക്കെ ഈ ഇരിക്കേണ്ടി വരുന്നത് സംഘപരിവാർ കൊടുത്ത ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്.